താരൻ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണോ? ഹായ് ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ ധനജ ജോസ്. ഐ എം എ ഹോമിയോപ്പതി കൺസൾട്ടന്റ്. തലയിൽ താരൻ വന്നു കഴിഞ്ഞാൽ അത് വില്ലനായി മാറുകയാണ്. താരൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, മറ്റൊരാളെ അഭിമുഖീകരിക്കാൻ പ്രയാസം, ഇവ ഉണ്ടാകാം. മുഖക്കുരു താരൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മുഖക്കുരുവിന് പിന്നിൽ. നെറ്റിയിൽ കണ്ടുവരുന്ന മുഖക്കുരുവിന് കാരണം താരനാണ്. ചൊറിച്ചിൽ താരന്റെ പ്രധാന പ്രശ്നമാണ് ചൊറിച്ചിൽ. താരൻ മൂലം തലയോട്ടിയിൽ ഉണ്ടാകുന്ന കോശങ്ങളാണ് ചൊറിച്ചിലിന് കാരണം. പുറകുഭാഗത്തെ കുരുക്കൾ. താരൻ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ശരീരത്തിന്റെ പുറകുഭാഗത്ത് വരുന്ന കുരുക്കൾ. മുടികൊഴിച്ചിൽ വേരോടെ പിഴുത് മുടിയിഴകൾ കൈകളിലും. താരനേക്കാൾ താരൻ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. സോറിയാസിസ് കടുത്ത താരൻ മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് സോറിയാസിസ്. പ്രധാനമായും ചെവികളിലും പുറകുഭാഗത്തും ചുവന്ന നിറത്തിൽ സോറിയാസിസ് കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. തുടർന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വ്യാപിക്കുന്നു. കണ്ണുകളിൽ ഇൻഫെക്ഷൻ, കണ്ണുകൾ ചുവക്കുക, ചൊറിച്ചിൽ, കൺപീലിയിൽ താരൻ കണ്ടുവരുന്നു. ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ മരുന്ന് ലഭ്യമാണ്. ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഇവയെല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ടതാണ്. ഓരോരുത്തരുടെ സിംറ്റം സിമിലാരിറ്റി അനുസരിച്ചാണ് മരുന്ന് കൊടുക്കുന്നത്. താരൻ മാറ്റാൻ വീര്യം കൂടിയ രാസവസ്തുക്കൾ അടങ്ങിയ ഷാംപൂ, മറ്റു കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. നാം നട്ടു വളർത്തിയ ചെടിയെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ മുടിയെ നമുക്ക് പരിപാലിക്കാം.